പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ദൈവം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദനത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാണ്. യേശുക്രിസ്തു ഈ ഭൂമിയില് ഹല്ലേലൂയ ഉണ്ടായിരുന്ന സമയത്ത് അധികം വിശ്വാസത്തിലൊന്നും ആയിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്വർണ്ണാകർഷണ ശേഷമാണ് യാക്കോബ് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതായിട്ട് നാം കാണുവാൻ കഴിയുന്നത്. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എന്നാണ് തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് നല്ലതാ വരുന്നതെന്നാ പറയുന്നത്. ദൈവത്തിൽ നിന്ന് നല്ലത് വരും. ഹല്ലേലൂയ. പൂർണ്ണത ഉള്ളത് വരും എന്ന് പറയുന്നു. ദൈവം നൽകുന്നതെല്ലാം നല്ലതാണ്. പൂർണ്ണതയുള്ള നന്മകളാണ് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. ഏറ്റവും നല്ലത്, തികഞ്ഞത്, അത് പൂർണ്ണതയാണ് കാണിക്കുന്നത്. പിതാവിൽ നിന്നാണ് സ്വർഗീയ ഉത്ഭവം, അതായത് സ്വർഗത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. മനുഷ്യനിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് എന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്. സ്വർഗത്തിൽ നിന്നാണ് പ്രകാശം വരുന്നതെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ ഇറങ്ങി വരും. നോക്കുക, എല്ലാ നല്ല ദാനങ്ങളും അവിടെ ഒരു പൂർണ്ണതയെ കാണിക്കും. എല്ലാം കാണിക്കുന്നു. നല്ല ദാനം, ഏറ്റവും നല്ല ദാനം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ സ്വഭാവം. അതിന് തികഞ്ഞ വരമൊക്കെയും നമുക്ക് അറിയാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് വരത്തെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തില് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വചനത്തിന്റെ വരം, ആത്മാവിന്റെ വരങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞപ്പോ നല്ല വരമൊക്കെയും തികഞ്ഞ വരമൊക്കെയും എവിടെ നിന്നാ വരുന്നത്? സ്വർഗത്തിൽ നിന്നാ വരുന്നത്. ഉയരത്തിൽ നിന്നാ വരുന്നത്. ഹല്ലേലൂയ. പിതാവിൽ നിന്നാ വരുന്നത്. അവന് വികാരമില്ല, ഗതിഭേദനത്തിനുള്ള ആച്ഛാദനമില്ല. ഒരു വികാരവും എന്തില്ല? ദൈവത്തിനില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വാക്ക് മാറ്റമില്ല. ഹല്ലേലൂയ. ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യത്തില്ല? വാക്തത്വങ്ങൾ മറന്നു പോകത്തില്ല. കർത്താവിന് എന്തില്ല? വാക്കിന് മാറ്റമില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത്, മനുഷ്യനെ പോലെ മാറ്റുവാൻ ദൈവത്തിന് കഴിയത്തില്ല എന്ന്. ഇവിടെ പറയുകയാണ്, ഇതൊക്കെയും ഇറങ്ങി വരുന്നത് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ്. നമുക്ക് എന്തെങ്കിലും ആത്മീയമായി വേണമെങ്കിൽ നാം മനുഷ്യനോടല്ല പറയേണ്ടത്, മനുഷ്യന്റെ സന്നിധിയിലല്ല നാം പറയേണ്ടത്. പകരം എന്ത് ചെയ്യണം? വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇത് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് തന്നെ നാം പ്രാപിക്കുവാൻ ഇടയായി തീരണം. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ. അവന് വികാരമോ ഗതിഭേദനത്തിനാകരുക. ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വാക്ക് മാറ്റും ദൈവമല്ല നമ്മുടെ കർത്താവ്. ദൈവം അതെന്ത് ചെയ്യും? നമുക്ക് നൽകുവാനിടയാ. ദൈവത്തിന്റെ വാക്കിന് യാതൊരു മാറ്റവുമില്ല. ദൈവം തരുമെന്ന് പറഞ്ഞാൽ അത് നൽകി തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എല്ലാ നല്ല ദാനവും നല്ല ദാനങ്ങൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നല്ല ദാനം അല്ലാത്തതും ഉണ്ട് ഈ ലോകത്ത്. അപ്പൊ നല്ല ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ അത് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് പിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ദൈവം നമ്മുടെ പിതാവാണെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ കരുണയെയും എടുത്താണ് അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ.
മാറ്റമില്ലാത്തൊരു സ്വഭാവം, മാറാത്ത ഒരു സ്വഭാവം, മനുഷ്യനുമായി യാതൊരു ഹല്ലേലൂയ ആമേൻ താരതമ്യവും ഇവിടെ പെടുത്തുന്നില്ല. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവം ഹല്ലേലൂയ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന് മാറ്റമില്ല. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ആമേൻ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നല്ല ദാനങ്ങൾ വരുന്നത് ഉയരത്തിൽ നിന്ന്. ഹല്ലേലൂയ. നല്ല ദാനങ്ങൾ വേണമെങ്കിൽ നാം ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിന്റെ സന്നിധി നാം ആയിരിക്കണം. ആമേൻ. നല്ല ദാനങ്ങൾ നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ ഹല്ലേലൂയ എവിടെ ഇരിക്കണം? പിതാവിന്റെ സന്നിധി നാം ഇരിക്കണം. പിതാവിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യും? ദൈവം തരും. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് നല്ല ദാനങ്ങളെ കുറിച്ച്, പൂർണ്ണതയുള്ളവനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ പറയുന്ന ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല. അവൻ കൽപ്പിച്ചതുപോലെ ചെയ്യാതിരിക്കുമോ? താൻ അള്ളിച്ചതുപോലെ നിവർത്തിക്കാതിരിക്കുമോ? ഇവിടെ പറയുകയാണ്, ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അള്ളിച്ചതും ചെയ്യാതിരിക്കുമോ? നിവർത്തിക്കാതിരിക്കുമോ? കാരണം ദൈവം കൽപ്പിച്ചത് ദൈവത്തിന് വികാരമില്ലാത്തതുകൊണ്ട്, മാറുന്ന വിചാരമില്ലാത്തതുകൊണ്ട് ദൈവം ദൈവമായത് കൊണ്ട് എന്ത് ചെയ്യുക? ദൈവം നിവർത്തിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? ദൈവത്തിന്റെ സ്വഭാവം എന്തുവാ? വെളിച്ചമാണ്. ദൈവം വെളിച്ചം അവൻ വീട്ടില്ല എന്നുള്ളത് കൊണ്ട് ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യുക? ഹല്ലേലൂയ വാക്ക് മാറ്റുന്നില്ല. വെളിച്ചമുള്ളവന്റെ സ്വഭാവം വെളിച്ചത്തിൻ്റെതായിരിക്കും. വെളിച്ചം എന്ന് പറഞ്ഞ യേശുവാണ്. യേശു ഉള്ളവന് യേശുവിന്റെ സ്വഭാവമായിരിക്കും. യാക്കോബിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഒന്നാമത് നിർമ്മലവും, പിന്നെ ശാന്തവും സമാധാനവും അനുസരണമുള്ളതും കരുണയും സൽഫലവും പക്ഷപാതവും കപടവും ഇല്ലാത്തായിരിക്കും. അപ്പൊ ഇവിടെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയാം. ഒന്നാമത് നിർമ്മലമായിരിക്കും. നിഷ്കളങ്കമായിരിക്കും, നിർമ്മലമായിരിക്കും. പിന്നെ പറയും സമാധാനം ഉള്ളതായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സമാധാനം. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ഗിരിപ്രഭാഷണ സമയത്ത് പുരുഷാരത്തോട് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവന് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. ദൈവത്തിന്റെ പുത്രന്മാരെ നാം വിളിക്കപ്പെടണമെങ്കിൽ ദൈവം പറയുകയാണ്, നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഇവിടെ ശാന്തതയെ കുറിച്ച് പറയുകയാണ്. ദൈവം ഉയരത്തിനുള്ള ജ്ഞാനം, ശാന്തതയുള്ള അനുസരണമുള്ളതാണ്. കരുണ നിറഞ്ഞാണ്, സൽഫലമാണ്, ഫലമുള്ളതാണ്, നല്ല ഫലമുള്ളതാണ്. അവിടെ പറയുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ് ഹല്ലേലൂയ നല്ല ഫലത്തെ കുറിച്ച് പറയുകയാണ്. എല്ലാ തികഞ്ഞ വരവും ഹല്ലേലൊക്കെയും എന്ന് വെച്ചാൽ പൂർണ്ണത അവിടെ കാണിക്കുന്നത്. ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു നടന്ന് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. അവൻ എന്തില്ല? വികാരമോ ഗതിഭേദന ആച്ഛാദമില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. കാരണം വാക്ക് മാറാത്ത ദൈവം യേശു മാത്രമാണ്. നിങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം. ദൈവത്തിന് വികാരമോ വിചാര ഗതിഭേദനത്താലുള്ള ആച്ഛാദനവും ഇല്ല. ദൈവം വാക്ക് പറയുകയും അത് പാലിക്കുക തന്നെ ചെയ്യും. ദൈവം വെളിച്ചമാണ്. ഹല്ലേലൂയ. അവൻ ഇരുളിൽ ഒട്ടുമില്ല. ഹല്ലേലൂയ. നാം അവനിൽ വസിക്കുന്നെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രവർത്തികൾ വെളിച്ചമായിരിക്കണം, വെളിച്ചത്തിന്റെ ആയിരിക്കണം. പിതാവിൽ നമുക്ക് നൽകുന്നത് വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഇരുട്ടുകൾ മാറിപ്പോകുവാനിടയാവും. ഹല്ലേലൂയ. നമ്മ രൂപാന്തരപ്പെടുവാനിടയാവും, നാം മാനസാന്തരപ്പെടുവാനിടയാവും. ഹല്ലേലൂയ. നാം വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തില്ല? വെളിച്ചമില്ല. വിശ്വാസത്തിൽ വന്ന് വചനം കേട്ട്, കർത്താവിന്റെ വചനം കേട്ട് നാം ഓരോ നിമിഷം ഒരുക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ചലിക്കുമ്പോൾ ഇരുള് മാറുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ഇരുള് മാറണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ അനുസരിച്ച് പിതാവിനോടൊത്ത് ചേർന്ന് നാം നടക്കണം. ക്രിസ്തു വെളിച്ചമാണ്. ഹല്ലേലൂയ. വെളിച്ചം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇരുട്ട് മാറും. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ നല്ല ഫലം
നമ്മളിൽ നിന്ന് പുറപ്പെടുവാനിടയാം. എല്ലാ നല്ല ദാനവും നല്ല ദാനം ദൈവത്തിൽ നിന്നുള്ള ദാനം നമുക്ക് ദൈവം നൽകി തരും. അത് ഉയരത്തിൽ നൽകി തരും, പിതാവിൽ നൽകി തരും. അതുകൊണ്ട് നല്ല ദാനങ്ങൾ പ്രാപിപ്പാൻ ഹല്ലേലൂയ നമുക്ക് ഇടയാകണം. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, പ്രിയരെ, നല്ല ദാനവും തികഞ്ഞ വരവും നിങ്ങൾക്കൊരു പൂർണ്ണത തരുന്നത് ദൈവമാണ്. ദൈവം പൂർണ്ണനാണ്. അപൂർണതനല്ല, ദൈവം പൂർണ്ണനാണ്. നമുക്ക് എന്തെങ്കിലും ഹല്ലേലൂയ തികഞ്ഞ വരമൊക്കെ എന്ന് പറഞ്ഞു, പൂർണ്ണതയുള്ള വരം അത് ആത്മീക വരങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് തിരുവചനം. ആത്മീക വരങ്ങൾ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, നാം പ്രാപിച്ചെടുക്കേണ്ട ദൈവത്തിൽ നിന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ല വരം പ്രാപിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. അത് അനേകർക്കൊരു പ്രയോജനകരമായി നമ്മിൽ നിന്ന് നന്മ പുറപ്പെടുവാൻ സ്വർഗത്തിലെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ മാനിക്കുകയും ഉയർത്തുകയും ആത്മീക സമൃദ്ധി നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.